ഏവർക്കും നമസ്കാരം. ഒരു മെഴുതിരി എന്ന പോലെ ചുറ്റും പ്രഭചൊരിഞ്ഞ് സഹന സ്നേഹങ്ങളിൽ എരിഞ്ഞടങ്ങുന്ന ജീവിതം. അതാണ് പുണ്യവതിയ വിശുദ്ധ അൽഫോൺസമ്മ. ആ മെഴുതിരി ഒരുക്കി തീർന്നിട്ടും ആ നാളം അണയുന്നില്ല. ആകാശത്തിലെ ജ്വലിച്ചു നിൽക്കുന്ന നക്ഷത്രങ്ങളെന്ന പോലെ വർദ്ധിത ശോഭയോടുകൂടി തിരുസഭയിലെ വിശുദ്ധ താരഗണങ്ങളിൽ ഒന്നായി അൽഫോൺസമ്മ ഇടം നേടി. കുടമാളൂരിൽ മുറ്റത്ത് പാടത്ത് മറിയത്തിൻ്റെയും ഔസേപ്പിൻ്റെയും നാലാമത്തെ സന്താനമായി അൽഫോൺസമ്മ 1910 ആഗസ്റ്റ് 19 ഭൂജാതയായി. 3-ാം മാസം അമ്മ മരിച്ചതിനെ തുടർന്ന് മുറ്റച്ചിറയിൽ മുറിക്കൽ ഭവനത്തിൽ അമ്മയുടെ മൂത്ത സഹോദരി എടുത്തു വളർത്തി. സുന്ദരിയും സുശീലയുമായിരുന്ന അന്നക്കുട്ടി ഏവരുടെയും പ്രിയപ്പെട്ടവളായിരുന്നു. ഈശോയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിക്കാൻ അവൾ ചെറുപ്പത്തിൽ തന്നെ ആഗ്രഹിച്ചിരുന്നു. 1928 ആഗസ്റ്റ് 2 ഭരണങ്ങാനം ക്ലാരമഠത്തിൽ അർത്തിനിയായി ചേർന്ന് അൽഫോൺസമ്മ പേര് സ്വീകരിച്ചു. 1930 മെയ് 19 സഭാവസ്ത്രം സ്വീകരിച്ചു. പിന്നീട് മരിക്കുന്നത് വരെ രോഗശൈലിയിലായിരുന്നു. 1946 ജൂലൈ 28 അൽഫോൺസമ്മ ഇഹലോകവാസം വെടിഞ്ഞു. സ്കൂൾ കുട്ടികൾ പോലും അൽഫോൺസമ്മയുടെ കബറിടത്തിൽ പോയി മാധ്യസം യാചിച്ച് അനുഗ്രഹങ്ങൾ നേടി. സാവധാനം മുതിർന്നവർക്കും അൽഫോൺസമ്മയോടുള്ള ഭക്തി വളർന്നു. സഹനത്തിന്റെ പനിനീർ പുഷ്പം എന്നറിയപ്പെടുന്ന അൽഫോൺസമ്മ ഇപ്രകാരം പറയുന്നു: ഞാൻ എല്ലാവരെയും സ്നേഹിച്ചു, ആരെയും എനിക്ക് വെറുക്കാൻ സാധിച്ചില്ല. സ്നേഹത്തെ പ്രതി ദുഃഖങ്ങൾ സഹിക്കുക, അവയിൽ സന്തോഷിക്കാം. ജീവിതം കൊണ്ട് സുവിശേഷത്തിൽ ഭാഷ്യം രചിച്ച അൽഫോൺസമ്മ അനുദിനം നമ്മെ നയിക്കട്ടെ. ഏവർക്കും നന്ദി, നമസ്കാരം.